എന്തായാലും മോദി വരുന്നതിന്റെ ആവേശത്തിലുമാണ് NDA ക്യാമ്പ്. പക്ഷേ അവിടെ കോൺഗ്രസുകാർ പ്രതികരിക്കുകയല്ല. തൃശൂരിൽ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയ്ക്ക് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിക്കുന്നുവെന്ന് കോൺഗ്രസ്. സർക്കാർ ചെലവിൽ കെട്ടിയ ബാരിക്കേഡുകളിൽ BJP കൊടികളാണെന്ന് ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോൺഗ്രസ് പരാതി നൽകിയിട്ടുണ്ട്. ശ്രീജിത്ത് ശ്രീകുമാറാണ് തൃശൂരിൽ നിന്ന് ഈ വിവരങ്ങൾ നൽകാനുള്ളത്. ശ്രീജിത്ത്, എന്തൊക്കെ ആരോപണങ്ങളാണ് ഈ പരാതിയിൽ കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നത്? NDA ക്യാമ്പ് വലിയ ആവേശത്തിലാണ്. നരേന്ദ്രമോദി വരുന്നു, പ്രചാരണത്തിന് കൊഴുപ്പ് കൂടുന്നു. പക്ഷേ അപ്പോൾ ആ റോഡ് ഷോയുമായി ബന്ധപ്പെട്ട് ചില തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസ് ഇപ്പോൾ ഉയർത്തുന്ന ആരോപണം. സർക്കാർ ചെലവിൽ കെട്ടിയ ബാരിക്കേഡുകളിൽ BJP കൊടികൾ കെട്ടിയിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി അവരിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. ശ്രീജിത്ത് ശ്രീകുമാരനാണ് തൃശ്ശൂരിൽ നിന്ന് ഈ വിവരങ്ങൾ പങ്കുവയ്ക്കുവാനുള്ളത്. ശ്രീജിത്ത്, ഈ പരാതിയിൽ അവർ ഉയർത്തുന്ന ആരോപണങ്ങൾ എന്തൊക്കെയാണ്? തൃശ്ശൂരിലാണ് പ്രധാനമന്ത്രി റോഡ് ഷോ ഇന്ന് സംഘടിപ്പിക്കുന്നത്. പാലക്കാട് പ്രധാനമന്ത്രി ഒരു പൊതുസമ്മേളനത്തിലാണ് പങ്കെടുക്കുക. തൃശ്ശൂരിൽ ഒരുപക്ഷെ ജില്ലയിലെ എല്ലാ NDA സ്ഥാനാർത്ഥികളും അണിനിരക്കുന്ന റോഡ് ഷോയാണ് BJP തയ്യാറാക്കിയിരിക്കുന്നത്. ആ റോഡ് ഷോയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ചട്ടലംഘനം എന്ന ആരോപണം കോൺഗ്രസ് ഉന്നയിക്കുന്നത്. എന്തായാലും കോൺഗ്രസ് ഈ പരാതിയിൽ പറയുന്ന ആരോപണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മോട് വിശദീകരിക്കാൻ ശ്രീജിത്ത് ശ്രീകുമാരനുള്ളത്. ശ്രീജിത്ത്, വിവരങ്ങൾ. കോൺഗ്രസ് ഇപ്പോൾ അല്പസമയം മുൻപാണ് റിട്ടേണിംഗ് ഓഫീസർക്കും ജില്ലാ കളക്ടർക്കും അടക്കം പരാതി നൽകിയിരിക്കുന്നത്. അത് പ്രധാനമന്ത്രിയുടെ വരവിനോടനുബന്ധിച്ച് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ബാരിക്കേഡ് സ്ഥാപിച്ചിട്ടുണ്ട്. സർക്കാർ ചെലവിൽ സ്ഥാപിച്ച ഈ ബാരിക്കേഡിൽ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടം സ്ഥാപിച്ച ഈ ബാരിക്കേഡിൽ BJPയുടെ കൊടി കെട്ടി എന്നാണ് കൃത്യമായ രീതിയിൽ അവർ പറഞ്ഞിരിക്കുന്നത്. ഇത് കൂടാതെ മറ്റൊന്നുകൂടി ഈ പ്രധാനപ്പെട്ട UDFന്റെ നേതാക്കൾ പറയുന്നുണ്ട്. ഇവിടെ ചില ഫ്ലെക്സ് ബോർഡുകൾ വലുതാക്കി വച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ചിത്രത്തോടൊപ്പം തന്നെ വടക്കുന്നാഥ സ്വാമി ക്ഷേത്രവും അതുകൂടാതെ ഇവിടുത്തെ പള്ളികളുടെയും ചിത്രം അതിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന പരാതിയാണ് ഇതിനകം തന്നെ കോൺഗ്രസ് നൽകിയിട്ടുള്ളത്. കൊടികൾ എടുത്തു മാറ്റുമെന്ന് കോൺഗ്രസിന് ഉറപ്പ് നൽകിയെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട്. പക്ഷേ ഇതുവരെ അതിനുള്ളൊരു നടപടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. എന്തായാലും BJPയുടെ റോഡ് ഷോ 4 മണിക്ക് തന്നെ ആരംഭിക്കും. പ്രധാനമന്ത്രി പാലക്കാട്ടെ പരിപാടി കഴിഞ്ഞ് ഹെലികോപ്റ്ററിൽ കുട്ടനെല്ലൂരിലാണ് വന്നിറങ്ങുന്നത്. ശേഷം ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ നഗരത്തിൽ എത്തിച്ചേരും. ഈ നഗരത്തിൽ ജില്ലാ ആശുപത്രിക്ക് സമീപത്ത് വെച്ചായിരിക്കും ഈ റോഡ് ഷോ ആരംഭിക്കുക. തുറന്ന വാഹനത്തിലായിരിക്കും പ്രധാനമന്ത്രി ഉണ്ടാവുക. പ്രധാനമന്ത്രിയോടൊപ്പം ഇവിടുത്തെ തൃശ്ശൂർ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാലും ഉണ്ടാവും. എന്തായാലും ഈ ഏതാണ്ട് 2 കിലോമീറ്ററോളം ഈ ജനറൽ ആശുപത്രിയിൽ നിന്ന് തുടങ്ങി 2 കിലോമീറ്റർ ബിനി ഹെറിറ്റേജ് പരിസരം വരെ ആണ് ഈ യാത്ര നടക്കുക. ഈ അവിടെ വെച്ച് മറ്റു സ്ഥാനാർത്ഥികൾ, ഈ ജില്ലയിലെ മറ്റു സ്ഥാനാർത്ഥികളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. ശേഷം അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങും. കുട്ടനെല്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് പോകുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത് ഹെലികോപ്റ്റർ മാർഗം. പിന്നീട് അടുത്ത ദിവസവും അദ്ദേഹം തൊട്ടടുത്ത ദിവസങ്ങളിലും അദ്ദേഹം കേരളത്തിൽ എത്തുന്നുണ്ട്. എന്തായാലും BJP പ്രവർത്തകർ ഒരു 2 മണിയോടുകൂടി തന്നെ നഗരത്തിലേക്ക് അവരോട് എത്തിച്ചേരാൻ പറഞ്ഞിട്ടുണ്ട്. നഗരത്തിലെ പ്രധാനപ്പെട്ട റോഡുകളെല്ലാം അല്പസമയത്തിനകം തന്നെ ബ്ലോക്ക് ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. സ്വരാജ് റൗണ്ടിലേക്കുള്ള പ്രവേശനം ഏതാണ്ട് ഒരു അരമണിക്കൂറിനകം തന്നെ പൂർണ്ണമായി ബ്ലോക്ക് ചെയ്യും. മറ്റ് റോഡുകൾ വഴി മാത്രമായിരിക്കും ഇനി തൃശ്ശൂർ നഗരത്തിലെ യാത്ര സാധ്യമാവുക. എന്തായാലും റോഡ് ഷോയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. കോൺഗ്രസ് ഒരു ചട്ടലംഘന പരാതിയുമായാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ദിൽന, അമൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.